Hello, welcome to YouTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് പൈത്തൺ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ പാറ്റേൺസ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളൊരു 4 വർഷം മുമ്പാണ് തോന്നുന്നു നമ്മൾ പൈത്തണിൻ്റെ സ്റ്റാർ പാറ്റേൺസ് നമ്മൾ പ്രിൻറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ മറന്നുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈത്തൻ്റെ നമ്പർ പാറ്റേണോട് ചേർന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർ നമുക്ക് കമൻറ്റ് സെഷനിൽ വന്നായിരുന്നു നമ്പർ പാറ്റേൺ ചെയ്യുമെന്ന് വെച്ചിട്ട് കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു സ്റ്റാർ പാറ്റേൺ നമ്മൾ സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്പറിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റാർ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പ്രിൻറ്റ് സ്റ്റാർ എന്ന് എഴുതുക. എത്രയാണോ നമുക്ക് ഇത് ചെയ്യേണ്ടത് വെച്ചാൽ അത്രയും നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 8 സ്റ്റാറാണ് വേണമെങ്കിൽ 8 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്റ്റാർ കിട്ടും. ഓക്കെ, നമുക്ക് ഇനി സ്പേസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളി അത്രയും സ്പേസ് ഇട്ടുള്ള സ്റ്റാർ കിട്ടും. അപ്പോൾ ഇതേ മെത്തഡോളജിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഒന്നിൽ കൂടുതൽ അതായത് നമ്പർ നമുക്ക് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളി ഒരു 1 2 3 4 5 6 7 8 നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ട് വിചാരിക്കുക. 7 8 നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ ലൂപ്പ് അല്ലേ. 4 ഓക്കെ, 1 മുതൽ 0 മുതൽ 7 വരെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 1 മുതലാണ് വേണ്ടെങ്കിൽ 1 കോമ എന്ന് എഴുതാം. അപ്പോൾ നമുക്കതിനെ ഒരു എന്നിലോട്ട് മാറ്റാം, n ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ലൈന് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സിമ്പിളി യൂസ് ചെയ്യുന്നത് n ഈക്വൽ ടു ഒരു എം ടി സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 1 2 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ലൈനിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സ്പേസ് ഇട്ടാണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു 1 2 3 4 5 6 7 നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു 8 തവണ പ്രിൻറ്റ് ചെയ്യണം വിചാരിക്കുക. നമുക്ക് 8 തവണ ഇത് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നമുക്ക് വീണ്ടും ഒരു ഫോർ ലൂപ്പ് എഴുതാൻ പറ്റില്ലേ. in 1 n + 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഐ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഐ എന്തായിരിക്കും 1 ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ ഫോർ ലൂപ്പിനകത്ത് എല്ലാം 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ആയി വരുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് എല്ലാം 1 വരിക പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 1 1 എന്നായിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഓരോ ഫോർ ലൂപ്പ് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലൈനിൽ പ്രിൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് ചെയ്താൽ വെറുതെ ഒരു പ്രിൻറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ലൈനിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ 1 1 2 3 അങ്ങനെ 8 പ്രിൻ്റ് ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് 1 2 3 4. അപ്പോൾ നമ്മൾ ഐന് പകരം ജെ ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ജെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി ഒരു പാറ്റേൺ നമുക്ക് ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുണ്ടോ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 8 തവണ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് പാറ്റേൺ നമ്മൾ ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 9 10 അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ എത്ര ക്രോസ് ഉണ്ട് വെച്ചാൽ അത്രയും എന്നിട്ട് 64 നമ്പർ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ട് വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം പ്രിൻറ്റ് ഐജേക്ക് പകരം എന്ത് ചെയ്യുക, കൗണ്ട് കൊടുക്കുക. അതിനുശേഷം പ്രിൻറ്റ് ചെയ്തതിനു ശേഷം എന്നിട്ട് വീണ്ടും നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 64 കിട്ടും. 1 2 3 4 5 6 7 അങ്ങനെ 64 വരെ കിട്ടും. ഇത് നമുക്കിപ്പോൾ 1 2 3 4 5 6 7 അങ്ങനെ 64 ഇതെല്ലാം ഇരട്ട സംഖ്യയായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം വിചാരിക്കാം. എല്ലാം ഇരട്ട സംഖ്യയായിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് + 1 പകരം കൗണ്ട് + 2 എന്ന് കൊടുത്താൽ മതി. 2 കൊടുക്കുക. അപ്പോൾ ഒരു ഇരട്ട സംഖ്യ അല്ല ഒറ്റ സംഖ്യയായിട്ട് കിട്ടും. 1 3 5 7 15 13 15 അങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇരട്ട സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിളി സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എന്നായിരിക്കും. സേവ് ചെയ്യുക, വീണ്ടും നമ്മൾ റൺ ചെയ്യുക. അപ്പോൾ 2 4 6 7 നട്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് വരേണ്ടത് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 0 0 0 1 1 1 0 0 0 1 1 1 0 0. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 0 വരണം, ഫസ്റ്റ് റോയിൽ 0 ഇടണം. അപ്പോൾ അതാണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സിമ്പിളി നമുക്ക് 2 ഫോർ ലൂപ്പ് ആവശ്യമുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളി ഈ ഫോർ ലൂപ്പ് ഒന്ന് കോപ്പി ചെയ്യാണ്. ഈ 2 ഫോർ ലൂപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, n ഈക്വൽ ടു 8 പകരം n ഈക്വൽ ടു 4 എന്ന് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് സിമ്പിളി എന്താണ്, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 0 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തേൽ നമുക്ക് 0 പ്രിൻറ്റ് ചെയ്യണം, രണ്ടാമത്തേൽ 1, മൂന്നാമത്തേൽ 0, നാലാമത്തേൽ 1 അങ്ങനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഓഡ് സ്പേസിലേക്ക് ഐയുടെ വാല്യൂ ഓടാവണ സമയത്തൊക്കെ നമ്മൾ 0 പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇഫ് ഐ മോഡ് 2 ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് സിമ്പിളി 0 n ഈക്വൽ ടു സ്പേസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് കിട്ടും. എൽസ് ആണെങ്കിലോ, എൽസ് ആണെന്ന് പറഞ്ഞാൽ മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ 0 1 കിട്ടുള്ളൂ. അപ്പോൾ എൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക. ഓക്കെ, വേണ്ടോ 0 0 1 1 1 0 0 1 1. അപ്പോൾ നമുക്ക് എത്ര 1 2 3 4 5 ആണെങ്കിൽ 0 n ഈക്വൽ ടു 5 കൊടുക്കുക. ഓക്കെ, വേണ്ട 0 0 1 1 0 0 വരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ തിരിച്ച് ഇനിയിപ്പോൾ ഇത് നേരെ തിരിച്ചാണ് വേണ്ടതെങ്കിലോ
മാറിപ്പോയതാണ്. ഓക്കെ, ഉണ്ട് 11110 നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഇപ്പോൾ ഇങ്ങനെയല്ലേ ഇതുള്ളത്, ഇനി നമുക്ക് 1010101 അങ്ങനെ വരണം. 010101 എന്ന് പറഞ്ഞിട്ട് രീതിയിലാണ് പോകേണ്ടത് വിചാരിക്കുക. അപ്പോൾ ഈ ഐക്ക് പകരം എന്ത് ചെയ്താൽ മതി, ജെ കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക്കലി ഈ ഫോർ ലൂപ്പിനെ നമ്മൾ റീയൂസ് ചെയ്യാം. ഓക്കെ, റീയൂസ് ചെയ്തതിന് ശേഷം സിംപ്ലി നമുക്ക് നമ്മൾ ഈ ഫസ്റ്റ് ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ 0101 എന്ന് പറഞ്ഞത്. അപ്പോൾ ഐക്ക് പകരം ജെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റും. സിമ്പിളി നമ്മളതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 101010 എന്ന് പറഞ്ഞു. അപ്പോൾ ഐ മോഡ് ജെ മോഡ് 2 = 0 എന്ന് കൊടുത്തു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സിമ്പിളി 010101 എന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാറ്റേണിലോട്ട് പോകാൻ സിമ്പിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെത്തഡോളജി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വേരിയബിൾസ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാലോ. ഇനി ഞാനിത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ട്രയാങ്കിൾ ടൈപ്പിലാണ്, നമ്മളിപ്പോൾ എല്ലാം സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ പഠിച്ചത്. ഇനി എല്ലാം ട്രയാങ്കിൾ ടൈപ്പിൽ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമ്പിളി നമുക്ക് എന്ത് ചെയ്ത് യൂസ് ചെയ്താൽ മതി, പ്രിൻറ്റ് ഫോർ അപ്പോൾ ഉണ്ടോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടി. നമുക്കൊരു സ്പേസ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളി ഇവിടെ സ്പേസ് കിട്ടും കേട്ടോ. ഓക്കെ, കണ്ടോ, സ്പേസ് തന്നിട്ടുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, 1 2 3 എന്ന് പറഞ്ഞ രീതിയിൽ പ്രിൻറ്റ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രിൻറ്റ് ഡയറക്റ്റ്ലി ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഒരു ഫോർ ലൂപ്പ് കൂടി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ n = 5 പകരം ഈ ഫോർ ലൂപ്പ് നമ്മൾ റീയൂസ് ചെയ്യുക. ഓക്കെ, n = 5 ഫോർ ലൂപ്പ് ഞാൻ റീയൂസ് ചെയ്തു. ആൻഡ് ജെയുടെ ഫോർ ലൂപ്പ് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഫസ്റ്റ് 1 1 പിന്നെ 1 2 1 3. അപ്പോൾ നമ്മൾ ഓരോ തവണയും എന്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്, ബേസിക്കലി ജെ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജെ എന്ന് കൊടുക്കുക, അതിനുശേഷം വെറുതെ ഒരു പ്രിൻറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ കിട്ടും. അപ്പോൾ നമ്മളിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്വയറാണ് ഫുള്ള് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഫസ്റ്റ് ടൈം ഒറ്റ തവണ പ്രിൻറ്റ് ചെയ്യേണ്ടുള്ളൂ. സെക്കൻഡ് ടൈം 2 എണ്ണം, തേർഡ് ടൈം 3 എണ്ണം, ഫോർത്ത് ടൈം 4 എണ്ണം, ഫിഫ്ത്ത് ടൈം 5 എണ്ണം പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജെയുടെ എത്ര വരെ പോകണം, നമ്മൾ n+1 കൊടുത്തിരിക്കുന്നത്, അത് എത്ര വരെ പോകണം, ബേസിക്കലി i+1 ആണ് കൊടുക്കേണ്ടത്, j+1 അല്ല. ഞാൻ ഓക്കെ കണ്ടോ, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് പാറ്റേൺ നമുക്ക് മനസ്സിലായില്ലേ. ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് 1 2 3 4 5 6 7 9 10 ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോകണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് യൂസ് ചെയ്യും, കൗണ്ട് യൂസ് ചെയ്യും. കാര്യം മനസ്സിലായല്ലോ. നമുക്ക് ഈ ഓൾറെഡി എന്നും ഈ ഇതൊക്കെ ആവശ്യമുണ്ട്, 2 ഫോർ ലൂപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, പ്രിൻറ്റ് ചെയ്യണത് എന്തായിരിക്കും, കൗണ്ടായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ കൗണ്ട് എന്ന് എഴുതുക, കൗണ്ട് = 1 എന്ന് കൊടുക്കുക, അതിനുശേഷം പ്രിൻറ്റ് കൗണ്ട് എന്ന് എഴുതുക, അതിനുശേഷം n സ്പേസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു പ്രിൻറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, കണ്ടോ 1 1 1 1 വന്നിട്ടുണ്ട്. ഓക്കെ, കൗണ്ട് ഞാൻ പ്ലസ് ചെയ്തില്ല കേട്ടോ, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ കണ്ടോ 1 2 3 4 5 6 10 15 1. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് സ്പേസ് കിട്ടണം അല്ലേ. ഓക്കെ, സ്പേസ് എത്ര വരണം, ഫസ്റ്റ് ഇതിൽ എത്ര എണ്ണാണുള്ളത് അതിനേക്കാളും ഒന്ന് കുറച്ചിട്ടാണ് നമുക്ക് സ്പേസ് വരേണ്ടത് അല്ലേ. അപ്പോൾ സ്പേസ് എന്ന് എഴുതുക, അതിനുശേഷം n-i, അതിനുശേഷം വീണ്ടും പ്ലസ് ചെയ്യുക. അത് കൺകാറ്റനേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർ കൂടി പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്റ്റാർ എത്ര എണ്ണം പ്രിൻറ്റ് ചെയ്യണം, ഐയുടെ റേഞ്ചിൽ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും എന്തായിരിക്കണം, 1 എന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, n+1 വരെ പോവും വേണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു സ്പേസ് ഇട്ട് കൊടുത്താൽ ഇവിടെ എല്ലാം സ്പേസ് ഇട്ട് കൊടുക്കേണ്ടത്, ഇവിടെയാണ് സ്പേസ് ഇട്ട്, പക്ഷേ ഇവിടെ 2 സ്പേസ് ഇട്ട് കൊടുക്കണ്ട, ഒരു സ്പേസ് നമ്മൾ ഇട്ട് കൊടുത്തോളൂ, 2 സ്പേസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമുക്ക് ഇതേപോലെയുള്ള നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻറ്റ് നമുക്ക് പാറ്റേൺ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 2 ഫോർ ലൂപ്പ് ആവശ്യമുണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായാലും ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ഫോർ ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ വാല്യൂസാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്, ജെയുടെ വാല്യൂ ആണ് നമുക്ക് ബേസിലൂടെ പ്രിൻറ്റ് ചെയ്യുന്നത്, ഐയുടെ വാല്യൂ ആണ് നമ്മളിവിടെ ഓരോ തവണ നമ്മൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഐ ഫസ്റ്റത്തേതിൽ y ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്, പിന്നെ ഇത് ഐയുടെ വാല്യൂ 2000 പ്രിൻറ്റ് ചെയ്യുന്നത്, പിന്നെ 3 ഐയുടെ വാല്യൂ ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് അതിനുശേഷം ആ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രിൻറ്റ് അടിക്കുക. ഓക്കെ, ആ പ്രിൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലൈനിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, 1 2 2 3 4 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ഈ സൈഡിലോട്ട് നമ്മൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി ഇതിനെ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് -1 ഇട്ട് കൊടുക്കുക, കാരണം അതിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ അങ്ങനെയാണ്. അതിനുശേഷം if i > j ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കലി ഐ പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പേസ് പ്രിൻറ്റ് ചെയ്യുക, പ്രിൻറ്റ് സ്പേസ്, ശേഷം നമ്മളത് വീണ്ടും ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ 1 2 3 നമ്മൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കൂടി ഇട്ടു, അത് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ കണ്ടോ 1 2 3 4 5 എന്നുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പാറ്റേൺ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ നമ്മൾ പഠിച്ചു.
അപ്പോൾ ഇതേ പാറ്റേൺ നമുക്ക് അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും 1 2 3 4 5 എന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ബേസിക്കലി എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ജെ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരിക ബേസിക്കലി. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, 1 1 2 വന്നിട്ടുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നേരെ തിരിച്ചാണ് വരേണ്ടത് 1 2. അതിന് തിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതിനൊന്ന് മൈനസ് ചെയ്താൽ ഓക്കെ I -j+1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിന് റിവേഴ്സ് ആയിക്കോളും. കണ്ടോ 1 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ടൈപ്പ് ലാസ്റ്റ് പാറ്റേൺ ആണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ. ഓക്കെ, ലാസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൻ്റെ ഒന്നുകൂടി റിവേഴ്സ് ചെയ്ത സാധനമാണ്. ഓക്കെ, 5 4 4 1 എന്ന് അങ്ങനത്തെ പാറ്റേൺ നമ്മൾ പ്രിൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ നേരെ തിരിച്ചിടാൻ പോവുകയാണ്. ഈ സംഭവത്തിനെ നേരെ തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ഈ സംഭവം ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 2 2 3 4 5 എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പോൾ റിവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? ഐയുടെ ഓപ്പോസിറ്റ് വാല്യൂ ആണ്. അപ്പോൾ n - i ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ്. n - i+1 എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 5 4 3 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു നമ്പർ പാറ്റേൺസ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിരിക്കുന്ന നമ്പർ പാറ്റേൺസിൻ്റെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഫോർ ലൂപ്പ് എഴുതുക. അതിന് ഫോർ ലൂപ്പിനകത്ത് തന്നെ നമ്മളൊരു പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് അത് ഫോർ ലൂപ്പായിട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും ആ പാറ്റേൺ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.